വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി നിലമ്പൂർ ചാലിയാറിൽ തെരച്ചിൽ ആരംഭിച്ചു. വനമേഖലയും പുഴയും കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുക. നിലമ്പൂരിലെ ചാലിയാർ പുഴയ്ക്ക് അരികിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു, വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. അല്പസമയത്തിന് തന്നെ തിരച്ചിൽ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള നടപടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സന്നദ്ധ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ സേനാ വിഭാഗത്തിന്റെയും തിരച്ചിലാണ് നടക്കുക. വിവിധ ടീമുകളായി തിരിച്ചുകൊണ്ട് ചാലിയാറിന്റെ തീരത്തും അതോടൊപ്പം തന്നെ വനമേഖലയിലും ഇന്ന് തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. NDRF, അതോടൊപ്പം തന്നെ തണ്ടർബോൾട്ട്, കൂടാതെ ഫയർഫോഴ്സ്, പോലീസ് അടക്കമുള്ള സംഘങ്ങൾ ഇന്നിപ്പോൾ വനമേഖലയിൽ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയുടെ തീരത്ത് കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തും. ഇരുട്ടുകുറ്റി മുതൽ കുമ്പളപ്പാറ വരെയുള്ള വനമേഖലയിലാണ് ഇന്ന് ഇപ്പോൾ തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സമാനമായ നിലയിൽ തന്നെ മുണ്ടേരി ഇരുട്ടുകുറ്റി കടവ് മുതൽ ഇരുട്ടുകുറ്റി പൂക്കോട്ടുമന കടവ് വരെയാണ് ഇന്നിപ്പോൾ ഈ ചാലിയാറിന്റെ പുഴ തീരത്ത് ഇങ്ങനെ ഈ തിരച്ചിൽ നടത്തുക. സന്നദ്ധ സംഘടനകളടക്കം നിരവധി പേർ ഈ ഒരു തിരച്ചിലിന്റെ ഭാഗമാകും. ഒരു ജനകീയ തിരച്ചിലാണ് ഇന്ന് നടത്തുക. നമുക്കറിയാം, വയനാട് ഉരുൾപൊട്ടി 14 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഈ 14 ദിവസവും ചാലിയാറിന്റെ തീരത്ത് മൃതദേഹമോ അല്ലെങ്കിൽ ശരീരഭാഗമോ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ സാർ ഇപ്പോൾ ചേരുന്നുണ്ട്. സാർ, ഇന്നിപ്പോൾ ജനകീയ തിരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ തിരച്ചിൽ? ഇരുട്ടുകുത്തി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇരുട്ടുകുത്തി തൊട്ടിട്ട് കുമ്പളപ്പാറ വരെ ഒരു സ്ട്രെച്ച്, പുഴയുടെ 2 സൈഡിലായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, റവന്യൂ ഒഫീഷ്യൽസ് പ്ലസ് സന്നദ്ധ സംഘടനകൾ തുടങ്ങിയുള്ള വിവിധ വിഭാഗങ്ങളുടെ ഒരു കൂട്ടമുണ്ടാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ പുഴയുടെ 2 സൈഡിലായിട്ട് 2 വിഭാഗം പോകും. അതോടൊപ്പം തന്നെ കുമ്പളപ്പാറ തൊട്ടിട്ട് പരപ്പൻപാറ വരെ പുഴയുടെ 2 സൈഡിലൂടെ വേറെ 2 ഗ്രൂപ്പ് പോകും. ഇവിടുന്ന് ഇരുട്ടുകുത്തിന്ന് ഡൗൺ സ്ട്രീമിൽ ഓരോ പോലീസ് സ്റ്റേഷനിലും പറ്റും SHOമാരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അവിടെയും തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ മമ്പാട് അവിടെ റെഗുലേറ്ററിൻ്റെ അവിടെ സ്കൂബ ഡൈവേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അവരെ വെച്ചിട്ട് ഞങ്ങളവിടെ ആഴത്തിൽ പരിശോധന നടത്തും. അവിടെ അടിയിൽ എവിടെയെങ്കിലും വല്ല ബോഡി വല്ലതും കിടക്കണം നോക്കാനായിട്ട്. അതോടൊപ്പം തന്നെ വാഴക്കാട് ഭാഗത്ത് പോലീസ് ബോട്ട് ഉപയോഗിച്ചിട്ട് വാഴക്കാട് അരീക്കോട് ലിമിറ്റുകളിൽ അവിടെ സെപ്പറേറ്റ് പട്രോളിങ്ങും, അവിടെ തന്നെ പുഴയുടെ ഏതെങ്കിലും ഭാഗത്ത് ബോഡി വല്ലതും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന കൂടി ഉണ്ടാവും. ഈ ചാലിയാറിന്റെ ഇന്നത്തെ ജലനിരപ്പ് കുറഞ്ഞ സാഹചര്യത്തിൽ ഈ മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? അത് കുറച്ച് സാധ്യത കൂടുതലുണ്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പക്ഷേ കുറച്ച് വെള്ളം കുറച്ചിപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് വല്ല ബോഡി വല്ലതും ഒഴിച്ചു വന്നിട്ട് എവിടെയെങ്കിലും അവിടെ സൈഡിൽ മണൽത്തിട്ട ഭാഗത്ത് കിടക്കൊണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ഇപ്പോൾ ഓരോ ഏരിയയിലും ഇതിനാണ് നിലമ്പൂരിൽ നിന്നും തത്സമയം ചേർന്ന ചാലിയാർ പുഴയിൽ തെരച്ചിൽ തുടങ്ങിയെന്ന വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത്.